ഹലോ ഫ്രണ്ട്സ്, 2026 മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ആണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. 2026 മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഫസ്റ്റ്, വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. പഠിച്ചു വെക്കണേ. ഈ 2026 മെയ് മാസത്തിലാണ് ഇത് ഒഴിവാക്കിയത്. അതായത് അടുത്തിടെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. നമുക്കറിയാം നേരത്തെ എങ്ങനെയാണ് ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ എന്താണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം, അതോടൊപ്പം തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും വേണം. ഇപ്പോൾ നിലവിൽ എന്താണ് ഇത് മെയ് മാസം ഇത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ലക്ഷദ്വീപ് കണക്ട് ചെയ്തോണേ. അടുത്ത ചോദ്യം, 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെയാണ്? പാർവീൻ ഷെയ്ഖും ബർഗ സുബ്ബയുമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെയാണ്? പാർവീൻ ഷെയ്ഖും ബർഗ സുബ്ബയുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ സ്കീമർ എന്ന ജലപക്ഷിയെ സംരക്ഷിക്കുന്നതിനാണ് പാർവീൻ ഷെയ്ഖിന് ഈ അവാർഡ് ലഭിച്ചത്. അപൂർവമായ ഹിമാലയൻ സാലാമണ്ടാർ എന്ന ജീവിയുടെയും അവയുടെ ആവാസ വ്യവസ്ഥയായ തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിനാണ് ബർഗ സുബയ്യയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെയാണ്? പാർവീൻ ഷെയ്ഖും ബർഗ സുബയ്യയുമാണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായി സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരു, കർണാടകയാണ്. ഇപ്പൊ രാജ്യത്ത് ആദ്യമായി സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരു, കർണാടക. അടുത്തിടെ പുറത്തിറങ്ങിയ ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ദ്രധനുസ് കേട്ടോ. കണക്ട് ചെയ്യാലോ. ഇന്ദ്രൻസിന്റെ ചലച്ചിത്ര താരമായിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള ഇന്ദ്രൻസിന്റെ ആത്മകഥ ഏതാണ്? ഇന്ദ്രധനുസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയിട്ട് മാറിയത് ഏതാണ്? സിക്കിമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ ജില്ലാ കോടതി നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയ സംസ്ഥാനം സിക്കിമാണ്. അടുത്തത്, പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? പ്രസൂൺ ജോഷിയാണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ എഴുത്തുകാരനും ഗാനരചയിതാവുമായിട്ടുള്ള വ്യക്തിയാണ് പ്രസൂൺ ജോഷി. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? രോഹിത് ജെയിൻ ആണ് കേട്ടോ. അപ്പൊ അടുത്തിടെ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? രോഹിത് ജെയിൻ ആണ്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. രാജ്യത്തെ പരമോന്നത ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് കേരളത്തിൽ നിന്ന് അർഹമായ മലയാളി വനിത ആരാണ്? മഞ്ജു മോളാണ് കേട്ടോ. പഠിച്ചു നോക്കണം. രാജ്യത്തെ പരമോന്നത ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് കേരളത്തിൽ നിന്ന് അർഹയായ വനിത ആരാണ്? മഞ്ജു മോളാണ്. പാക് കടലെടുക്ക് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഏതാണ്? ഇഷാങ്ക് സിംഗ് ആണ് കേട്ടോ. പാക് കടലെടുക്ക് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇഷാങ്ക് സിംഗ് ആണ്. നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. അടുത്തിടെ നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. 2026 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിനുള്ള ശുപാർശ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? അരുണാചലം മുരുകാനന്ദമാണ് കേട്ടോ. അരുണാചലം മുരുകാനന്ദമാണ്. ഇദ്ദേഹം രാജ്യത്ത് സാനിറ്ററി നാപ്കിൻ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച ഇദ്ദേഹത്തെ പാറ്റ്മാൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കഥയായിരുന്നു നമ്മുടെ ഒരു അക്ഷയ് കുമാർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്, പാറ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ സിനിമയും ഇദ്ദേഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ പഠിച്ചു വെക്കണം.
എന്താണ് 2026 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിനുള്ള ശുപാർശ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? അരുണാചലം മുരുകാനന്ദം. ഇദ്ദേഹം ആരാണ്? രാജ്യത്ത് സാനിറ്ററി നാപ്കിൻ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച ഇദ്ദേഹത്തെ പാറ്റ്മാൻ എന്ന് അറിയപ്പെടുന്നു. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഏത് പ്രസിഡന്റിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡൊണാൾഡ് ട്രംപിനെയാണ്. നിലവിലെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയാണ്. അപ്പൊ പഠിച്ചു നോക്കണം. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഏത് പ്രസിഡന്റിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് ആണ്. റൈതന്ന മെക്കോസം ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പൊ റൈതന്ന മെക്കോസം ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തകരാണ്? സുനിത കൃഷ്ണനാണ് കേട്ടോ. അപ്പൊ 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണനാണ്. ബാഡ്മിന്റണിൽ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ വെങ്കലം നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായിട്ടുള്ള തോമസ് കപ്പിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്തിടെ വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ പ്രദേശം സ്വരാജ് ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? അടുത്തിടെ വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ പ്രദേശമാണ് സ്വരാജ് ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അടുത്ത പോയിന്റ്, കോടതി വിധികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായി മെഷീൻ ലേണിംഗ് അധിഷ്ഠിത ടൂൾ ഏതാണ്? സുവാസ് എന്ന് പറഞ്ഞ ടൂളാണ്. സുവാസിന്റെ ഫുൾ ഫോം സുപ്രീം കോർട്ട് പോർട്ടൽ ഫോർ അസിസ്റ്റൻസ് ഇൻ കോർട്ട് എഫിഷ്യൻസി ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. കോടതി വിധികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായുള്ള മെഷീൻ ലേണിംഗ് അധിഷ്ഠിത ടൂളാണ് സുവാസ്. CMFRI കേട്ടോ, CMFRI പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്തിടെ ബീഹാർ സർക്കാർ സഞ്ജയ് ഗാന്ധി ബയോളജിക്കൽ പാർക്കിന് നൽകിയ പുതിയ പേരെന്താണ്? പട്ന സൂ എന്നാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ ബീഹാർ സർക്കാർ സഞ്ജയ് ഗാന്ധി ബയോളജിക്കൽ പാർക്കിന് നൽകിയ പുതിയ പേരെന്താണ്? പട്ന സൂ ആണ്. ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. അപ്പൊ എന്താണ്? ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. അടുത്തിടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ആർ ബാലസുബ്രഹ്മണ്യവും ജൊറാം ആനിയുമാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ആർ ബാലസുബ്രഹ്മണ്യവും ജൊറാം ആനിയുമാണ്. ഇതോടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം 7 ആയിട്ട് മാറി കേട്ടോ. ഇപ്പൊ നിലവില് നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അതുപോലെ തന്നെ മുഴുവൻ സമയ അംഗമാകുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജോറം ആനിയ കേട്ടോ. അപ്പോൾ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മുഴുവൻ സമയ നീതി ആയോഗിന്റെ വ്യക്തിയാണ് ജോറം ആനിയ. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ഈ ഒരു ബാച്ചിന്റെ ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ആ ലൈവ് സെക്ഷനോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് റെക്കോർഡഡ് സെക്ഷനായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷനായിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സും നമ്മൾ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആകുന്നതാണ്. അതോടൊപ്പം തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ബാച്ചിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന 6 മാസം വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സീസണിലെ ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA പരീക്ഷ. ആ VFA പരീക്ഷ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഈ ബാച്ചിനുള്ള കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു ബാച്ചിന് വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തിനുള്ള പരീക്ഷകളിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഇനി വരുന്ന എല്ലാ പരീക്ഷകളുമാണ് CPO, WCPO, ഫയർമാൻ, അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷകൾ, 10th മെയിൻസ് പരീക്ഷകൾ, VFA തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് 10ഉം 20ഉം മാർക്കുകളുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ചിലോട്ട് വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്, കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ MS ലക്ഷ്മിപ്രിയയാണ് കേട്ടോ. അപ്പൊ കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ MS ലക്ഷ്മിപ്രിയയാണ്. IPL-ൽ 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ വിദേശ താരമാരാണ്? സുനിൽ നരയനാണ് കേട്ടോ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ടീമിന് വേണ്ടിയാണ്. അപ്പം IPL-ൽ 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ വിദേശ താരം സുനിൽ നരയനാണ്. 2026-ൽ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മാർബിൾ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹമാണ് പാത്ത് ഫൈൻഡർ കേട്ടോ. അപ്പൊ എന്താണ്? 2026-ൽ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മാർബിൾ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹമാണ് പാത്ത് ഫൈൻഡർ. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി 10 ബീംസ് ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഏത് രാജ്യത്തിനാണ് നൽകിയത്? ജമൈക്കക്കാണ് നൽകിയത് കേട്ടോ. ഭീഷ്മമാണ് കേട്ടോ, ഭീഷ്മെന്നാണ്, സോറി. അപ്പോൾ പഠിച്ചു നോക്കാം. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി 10 ഭീഷ്മം ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നൽകിയത്? ജമൈക്കക്കാണ്. തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയ രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന തുറമുഖം ദീൻ ദയാൽ തുറമുഖം ഗുജറാത്താണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന തുറമുഖം ദീൻ ദയാൽ പോർട്ട് ഗുജറാത്താണ്. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ RBI തയ്യാറാക്കിയ പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ കേട്ടോ. അപ്പൊ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ RBI തയ്യാറാക്കിയ പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. 2026 മെയ് മാസത്തിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ക്വാണ്ടം സാങ്കേതികവിദ്യ ഗവേഷണ കരാറുകൾ ഒപ്പുവെച്ചത്? ജപ്പാനുമായിട്ടാണ് ഒപ്പുവെച്ചത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് നേരെയുള്ള ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ ആദ്യ ഘട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര ക്യാബിനറ്റ് ഇതുവരെ എത്ര ചിപ്പ് നിർമ്മാണ പ്ലാന്റുകളാണ് അംഗീകാരം നൽകിയത്? 12 സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ പ്ലാന്റുകൾക്കാണ് അംഗീകാരം നൽകിയത്. 2026-ലെ കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഡൽഹിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഏത് രാജ്യത്തിന്മേലുള്ള വിലക്കാണ് അടുത്തിടെ നീക്കം ചെയ്തത്? ബെലാറസ് ആണ് കേട്ടോ. അപ്പൊ ബെലാറസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഏത് രാജ്യത്തിന് മേലുള്ള വിലക്കാണ് അടുത്തിടെ നീക്കം ചെയ്തത്? ബെലാറസ് ആണ്. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2026-ൽ നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമയാണ് അമ്മ അറിയാൻ എന്ന് പറഞ്ഞ സിനിമ കേട്ടോ. അമ്മ അറിയാൻ. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പ്രശാസ്ത് 2.0 കേട്ടോ. പ്രശാസ്ത് 2.0. അടുത്ത പോയിന്റ് നോക്കാം. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമാണ് ജനനി പ്ലാറ്റ്ഫോം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. അടുത്തിടെ ദക്ഷിണ കൊറിയ പുറത്തിറക്കിയ
ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് ഗാബി. അടുത്തിടെ ദക്ഷിണ കൊറിയ പുറത്തിറക്കിയ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് ഗാബി. ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971. തപാൽ ഉരുപ്പിടികൾ അയക്കുന്നതിനായി പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI ID സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ധ്രുവ പദ്ധതി. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ലഫ് ജനറൽ NS രാജസുബ്രഹ്മണ്യാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യാണ്. പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേക്കുന്ന വ്യക്തി ആരാണ്? സുവേന്ദു അധികാരിയാണ്. പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരിയാണ്. BJP കാരനാണ് കേട്ടോ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ഡായ് ഡായ്. ഇപ്പൊ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഡായ് ഡായ് ആണ്. ആലപിച്ചത് ഷക്കീറയും ബെർണാബോയുമാണ്. സമാധാന നോബൽ ജേതാവായ നർഗീസ് മുഹമ്മദി ഇറാനിലെ ജയിൽ അനുഭവങ്ങളും മനുഷ്യാവകാശ പോരാട്ടങ്ങളും വിവരിച്ചുകൊണ്ട് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് ആരുടെ കൃതിയാണ്? നർഗീസ് മുഹമ്മദിയാണ്. അപ്പൊ 2023 സമാധാന നോബൽ പ്രൈസ് ജേതാവാണ് നർഗീസ് മുഹമ്മദി. 2026 മെയ് മാസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചലച്ചിത്ര താരമാണ് C. ജോസഫ് വിജയ് കേട്ടോ. അപ്പം നമുക്കറിയാം നമ്മുടെ ഇഷ്ടതാരമായിട്ടുള്ള വിജയാണ് കേട്ടോ. അപ്പം തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? C. ജോസഫ് വിജയ്. ഫുൾ ടൈം പഠിച്ചു വെച്ചാണ് C. ജോസഫ് വിജയ്. പാർട്ടി ഏതാണ്? തമിഴക വെട്രിക്കഴകം. അടുത്ത പോയിന്റ്, പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി N. രംഗസ്വാമിയാണ്. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി N. രംഗസ്വാമിയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്ന സ്റ്റേഡിയം അസ്തക്ക സ്റ്റേഡിയം മെക്സിക്കോയാണ് കേട്ടോ. അപ്പോൾ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് അസ്തക്ക സ്റ്റേഡിയം മെക്സിക്കോയാണ്. എന്നാണ് നടക്കുന്നത്? 2026 ജൂൺ 11 ഉദ്ഘാടന മത്സരം നടക്കുന്നത്. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പീറ്റർ മക്വെയർ ആണ് കേട്ടോ. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പീറ്റർ മക്വെയർ ആണ്. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്. അടുത്ത പോയിന്റിലോട്ട് പോകാം. ചാനൽ ക്ലാസ് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വൺ കേസ് വൺ ഡേറ്റ് കേട്ടോ. വൺ കേസ് വൺ ഡേറ്റ്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. അൻപ് വീട് പദ്ധതി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സിംഗപ്പെണ്ണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? വിജയാണ്. വിജയുടെ ഒരു സിനിമയിലെ പാട്ടല്ലേ സിംഗപ്പെണ്ണെ സിംഗപ്പെണ്ണെ എന്ന് പറഞ്ഞത്. അപ്പൊ കണക്ട് ചെയ്തോണേ. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സിംഗപ്പെൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ആത്മഹത്യ നടന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അമൃത ഷേർഗലിന്റെ പുതിയ ജീവചരിത്ര സിനിമ ഏതാണ്? ആമിയാണ് കേട്ടോ. ആമി എന്ന് പറഞ്ഞ സിനിമയാണ്. സംവിധായിക മീര നായരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്തപരിപാടിയാണ് നാട്യ എന്ന് പറഞ്ഞ നൃത്തപരിപാടി. ഇത് നടന്നത് ആലപ്പുഴയിലാണ്. 2026 ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ടീം ബാഴ്സലോണയാണ്. അസമിൽ തുടർച്ചയായി 2ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. BJP കാരനാണ്. ഉഗാണ്ടയുടെ പ്രസിഡന്റായി അധികാരമേറ്റ വ്യക്തി യോവേരി മുസേവനിയാണ് കേട്ടോ. യോവേരി മുസേവനിയാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ്.
2026 മെയ് മാസത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? അനുച്ഛേദം 19(1)(a) ആണ്. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്ന നഗരം ന്യൂഡൽഹി. വിദേശ നാണയ ശേഖരം കുറയ്ക്കാതിരിക്കാനും രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാർ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ എത്ര ശതമാനമാണ് ഉയർത്തിയത്? 15% ഉയർത്തിയത്. തുടർച്ചയായ 84 ദിവസങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത പ്രതിഭാസം ദൃശ്യമാകുന്ന അമേരിക്കയിലെ പ്രദേശം അലാസ്കയാണ്. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം വിരാട് കോഹ്ലിയാണ് കേട്ടോ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് അദ്ദേഹത്തിന്റെ ടീം. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണ്. നിയമസഭാ മണ്ഡലം പറവൂരാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാരാണ്? പുതിയ പിണറായി വിജയനാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഈസ്റ്റ് ബംഗാൾ FC ആണ്. 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്? ask.com ആണ്. 2026 മെയ് മാസത്തിൽ ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്ക് കപ്പലാണ് ഹാജി അലി കേട്ടോ. ഹാജി അലി. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള വ്യക്തിയാണ് M. മുകുന്ദൻ. അപ്പൊ 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. 2026 79ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർക്ക് ചാൻ വൂക്ക് ആണ്. 2020 ക്രിക്കറ്റിൽ 14,000 റൺസ് തേക്കുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ഫോബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഉൾപ്പെട്ട കേരളം ആസ്ഥാനമായ ബാങ്കുകളിൽ ഇന്ത്യൻ തലത്തിൽ 7ാം സ്ഥാനം നേടിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. യുണൈറ്റഡ് കിങ്സ് UK ആണ്. യുടെ ഇന്ത്യയുടെ നിയുക്ത ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? P. കുമാരനാണ്. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു, പക്ഷേ ഇദ്ദേഹത്തിന് 1 വർഷത്തോടെ നീട്ടിക്കൊടുത്തു. അതാണ് ഇപ്പൊ പറയുന്നത്. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. 2026 മെയ് 30 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന SIR നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്തുള്ള ചെമ്പു തകിടുകൾ കൊത്തിയെടുത്ത രേഖകൾ ഇന്ത്യക്ക് കൈമാറുന്ന രാജ്യം നെതർലൻഡ്സ് ആണ് കേട്ടോ. അപ്പൊ എന്നോട് പറയാം, രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്തുള്ള ചെമ്പു തകിടുകളിൽ കൊത്തിയെടുത്ത രേഖകൾ ഇന്ത്യക്ക് കൈമാറുന്ന രാജ്യം ഏതാണ്? നെതർലൻഡ്സ് ആണ് കേട്ടോ. അപ്പം നമ്മൾ 2026 മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെ പാർട്ട് 1 ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു ക്ലാസ്സുകളും എല്ലാവരും ഒന്ന് കാണാനൂടെ ശ്രമിക്കണേ.